ഒരു ഗ്രാമത്തിൽ ഒട്ടേറെ ശാരീരിക അസുഖങ്ങളുമായി ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പല ചികിത്സകൾ നടത്തിയിട്ടും ഒട്ടും മാറ്റമുണ്ടായില്ല. ഒടുവിൽ നാട്ടിലെത്തിയ ഒരു പ്രശസ്ത വൈദ്യരെ അയാൾ കാണിച്ചു. അയാളെ പരിശോധിച്ച വൈദ്യർ ഒരു വലിയ കുപ്പി മരുന്ന് നൽകിയിട്ട് പറഞ്ഞു, ഈ മരുന്ന് തീരുന്നതോടെ നിങ്ങളുടെ അസുഖവും മാറും. പക്ഷേ ശരീരം നന്നായി വിയർക്കുന്ന നേരത്ത് മാത്രമേ ഇത് കഴിക്കാവൂ. അയാൾ മരുന്ന് വാങ്ങി വീട്ടിലെത്തി വിയർപ്പിനായി കാത്തിരുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് വിയർപ്പേ വന്നില്ല. ഇത് കണ്ട ഭാര്യ പറഞ്ഞു, നന്നായി പണിയെടുത്താൽ തനിയെ വിയർക്കും. അങ്ങനെ അയാൾ വീട്ടുജോലികളും തോട്ടപ്പണികളുമെല്ലാം ചെയ്യാൻ തുടങ്ങി. കഠിനാധ്വാനം ചെയ്തതോടെ ശരീരം നന്നായി വിയർക്കുകയും അയാൾ കൃത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്തു. മരുന്ന് പകുതിയാകും മുൻപേ അയാളുടെ അസുഖങ്ങളെല്ലാം മാറി അയാൾ പൂർണ്ണ ആരോഗ്യവാനായി. സന്തോഷത്തോടെ ബാക്കി മരുന്നുമായി അയാൾ വൈദ്യരെ ചെന്ന് കണ്ട് നന്ദി പറഞ്ഞു. കൂടെ ആ മരുന്നിലെ രഹസ്യക്കൂട്ടും തിരക്കി. വൈദ്യർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിങ്ങളുടെ അസുഖം മാറ്റിയത് ആ മരുന്നല്ല, നിങ്ങൾ ചെയ്ത അധ്വാനമാണ്. അധ്വാനത്തിലൂടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു പോയപ്പോഴാണ് നിങ്ങൾ നന്നായത്. ഗുണപാഠം: 10 ഇഡ്ഡലി കഴിച്ചാലും ദഹിച്ചിരുന്ന ഒരു മുൻ തലമുറ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 3 എണ്ണം കഴിക്കുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നു. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ആരോഗ്യം എന്നും നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഇതുപോലുള്ള കുട്ടിക്കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.